നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീൻ ബാബുവിന്റെ മരണം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. എല്ലാ കേസുകളും സിബിഐക്ക് വിടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണ് മഞ്ജുഷ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയിലെത്തിയത്. അഭിഭാഷകൻ എം ആർ രമേശ് ബാബുവാണ് ഹർജി സമർപ്പിച്ചത്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകി. താമരശ്ശേരിയിൽ ലഹരി വിരുദ്ധ സമിതി അംഗത്തിന് നേരെ ആക്രമണം. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ലഹരി വിരുദ്ധ സമിതി അംഗമായ കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. പള്ളിയിൽ പോയി മടങ്ങുന്നതിനിടെ 3 പേരടങ്ങുന്ന സംഘമാണ് മുഹമ്മദിനെ ആക്രമിച്ചത്. മുഹമ്മദ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമി സംഘത്തിലെ കെ ലിജീഷ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കേസിൽ മറ്റു 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പാലക്കാട് സംഘർഷത്തിൽ നടപടി കടുപ്പിച്ച് പോലീസ്. ബി.ജെ.പി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ 16 ബി.ജെ.പിക്കാർക്കെതിരെയാണ് കേസെടുത്തത്. ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. അതേസമയം ബി.ജെ.പി. ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, കണ്ടാലറിയാവുന്ന 19 പേർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടനെതിരെ പരാതി നൽകി വിൻസി അലോഷ്യസ്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം നടന്നത്. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് പരാതി നൽകിയത്. താരസംഘടനയായ അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ദുരനുഭവം പങ്കുവെച്ചുള്ള പരാതിയാണ് അമ്മ അസോസിയേഷന് നൽകിയത്. പരാതിയിൽ യുവനടന്റെ പേരുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. വിൻസി അലോഷ്യസിന്റെ പരാതി പരിഹരിക്കാൻ അമ്മ 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. വിനു മോഹൻ, അൻസിബാസൻ, സരയു എന്നിവരാണ് കമ്മിറ്റിയിൽ ഉള്ളത്. വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണം. ബോർഡിലേക്ക് നിയമനം പാടില്ല. ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി. വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. വിജ്ഞാപനം ചെയ്ത വഖഫ് ബൈ യൂസർ സ്വത്ത് ഡീനോട്ടിഫൈ ചെയ്യരുത്. കളക്ടർമാർക്ക് പ്രവർത്തനം തുടരാം. എന്നാൽ തൽസ്ഥിതി മാറ്റാൻ പാടില്ല. വഖഫ് ബോർഡിലേക്കും കൗൺസിലിലേക്കും ഇപ്പോൾ നിയമനം നടത്തരുത്. നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. വഖഫായി ഇതിനകം വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ സ്വഭാവം മാറ്റരുതെന്നും ചീഫ് ജസ്റ്റിസ് വാക്കാൽ നിർദ്ദേശിച്ചു. വഖഫ് ബോർഡുകൾ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ സമയം വേണമെന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു. തുടർന്ന് മറുപടി നൽകാൻ 7 ദിവസത്തെ സമയം അനുവദിക്കുന്നതായി സുപ്രീം കോടതി വ്യക്തമാക്കി. ചെന്നിത്തലയെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്ര PCC പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ED ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത്. PCC ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പോലീസ് നടപടി. എല്ലാവരെയും ദാദാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം വിട്ടയച്ചു. ചെന്നിത്തല തിലക് ഭവനിലേക്ക് തിരികെ എത്തി. 38 യാത്രക്കാർ വനത്തിൽ കുടുങ്ങിയത് മണിക്കൂറുകൾ. KSRTC ബസ്സിൽ ഗവി ഉല്ലാസയാത്രയ്ക്ക് പോയവർ തിരികെ എത്തി. ചടയമംഗലത്ത് നിന്ന് വന്ന 38 യാത്രക്കാരാണ് മണിക്കൂറുകളോളം വലഞ്ഞത്. പകരം ബസ് എത്തിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് യാത്രക്കാർ പറയുന്നത്. വൈകിട്ട് 5:30യോടെയാണ് തകരാർ പരിഹരിച്ച് ആളുകളെ ജനവാസ മേഖലയിൽ എത്തിക്കാനായത്. സ്ത്രീകളും കുട്ടികളും അടക്കം 38 പേരാണ് ഗവി പാതയിൽ കുടുങ്ങിയത്. KSRTC പാക്കേജിൽ ചടയമംഗലത്ത് നിന്ന് ഇവർ പുറപ്പെട്ട KSRTC ബസ് 11 മണിയോടെ വനമേഖലയിലെ 40 എന്ന സ്ഥലത്ത് വെച്ച് കേടായി. പകരം ബസ് എത്തിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് യാത്രക്കാർ പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് പകരം എത്തിച്ച ബസ്സും തകരാറിലായി. ശക്തമായ മഴ കൂടി പെയ്തതോടെ യാത്രക്കാർ കൂടുതൽ പരിഭ്രാന്തിയിലായി. ഒടുവിൽ വൈകിട്ട് 5:30യോടെ കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വന്ന KSRTC ബസ്സിലാണ് യാത്രക്കാരെ മൂഴിയാറിലെ ജനവാസ മേഖലയിൽ എത്തിക്കാനായത്. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി, പിന്നാലെ മുങ്ങിത്താഴ്ന്നു. 12 വയസ്സുകാരനും ബന്ധുവിനും ദാരുണാന്ത്യം. മലപ്പുറം കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കൾ മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ടാണ് ദാരുണ സംഭവം ഉണ്ടായത്. കരിങ്കപ്പാറ സ്വദേശി ആബിദ, ബന്ധു മുഹമ്മദ് ലിനാൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും അമാന ആശുപത്രിയുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു ലിനാൻ. ഇതിനിടെയാണ് അപകടം സംഭവിച്ചത്. വിനോദയാത്ര അവസാന യാത്രയായി. ട്രാവലർ മറിഞ്ഞ യുവതിക്ക് ദാരുണാന്ത്യം. കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ അപകടത്തിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. കുമരകം സ്വദേശിനി ധന്യയാണ് മരിച്ചത്. തീക്കോയി
വേളത്തുശ്ശേരിക്ക് സമീപമാണ് ട്രാവലർ മറിഞ്ഞത്. 12 പേരടങ്ങുന്ന സംഘം തിരിച്ചു പോകുമ്പോഴാണ് ട്രാവലർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഈരാട്ടുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിരീടമടക്കം 20 പവൻ സ്വർണമായി മുങ്ങി. ആലപ്പുഴയിൽ നിന്ന് മുങ്ങിയ കീഴ്ശാന്തി പിടിയിൽ. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തി പിടിയിൽ. ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റിയാണ് പിടിയിലായത്. പ്രതിയെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. കിരീടം ഉൾപ്പെടെ 20 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. മോഷ്ടിച്ച സ്വർണം ഇയാൾ തേവരയിലെ ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചതായും കണ്ടെത്തി.